ഒരു ഇൻസ്റ്റാഗ്രാം ഫ്രണ്ടിനെ പരിചയപ്പെട്ടതുകൊണ്ട് പെട്ടെന്ന് പണക്കാരനാവുക എന്ന മോഹവുമായി തിരിച്ച ദിനേശന്റെ കഥ തുടരുകയാണ്. ഞാൻ പുറത്ത് എടുത്ത് പതപ്പിച്ചു. ആരെ മോളായിരിക്കും. മോളാന്ന്. എന്താ മോളെ? അമ്മ ഒരു മിനിറ്റ് മോളെ, ഞാൻ അച്ഛൻ്റെ അടുത്താന്ന്. ഞാൻ പുറത്തേക്കൊന്ന് പോട്ടെ. പറ മോളെ. അമ്മ ഞാൻ മടുത്തമ്മ. ഏട്ടൻ്റെ ഇപ്പൊ പണ്ടത്തെ പോലെ സ്നേഹമൊന്നുമില്ല എന്നോടും കുഞ്ഞിനോടും. അവനെന്ത് പറ്റിയേ? ഏട്ടൻ എപ്പം പൈസ വേണമെന്ന് പറഞ്ഞ് എന്നോട് പറയാ. വീട്ടിൽ നിന്ന് അമ്മേനോട് 10 ലക്ഷം രൂപ ചോദിക്കാൻ എന്നോട് പറയുന്ന. കഴിഞ്ഞ പ്രാവശ്യം വന്നേരം ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ അവന്. എല്ലാം സ്വർണം കൊണ്ടുപോയി അമ്മ. ഇനി ആകെ ഉള്ള ഒരു താലിമാല മാത്രമേ ഉള്ളൂ. എന്നോട് പറഞ്ഞ് വീട്ടിൽ പോയിട്ട് ചോദിക്കണം 10 ലക്ഷം രൂപന്ന്. പൈസ? ഓൻ എന്തിന് ഇത്രയും പൈസ? എത്ര പൈസ ഇട്ടാലും അതിന്റെ ഇരട്ടി കിട്ടും പോലും. അങ്ങനെ എന്തോ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എന്നോട് ഇങ്ങനെ പറയുന്നത്. വീഴത്തെ കാര്യമല്ലെന്ന് എനിക്ക് അറിയുന്നില്ല മോളെ. പിന്നെ എന്തെന്നാ ഇങ്ങനെ പൈസ പൈസ ചോദിക്കുമ്പോ ഞാൻ എടുത്ത് തേർത്തത്? ഞാൻ എന്ത് ചെയ്യണ്ട അമ്മ? ഏട്ടൻ എന്നോട് ഇങ്ങനെ പറയുന്ന എന്നും വഴക്കാന്ന്. ഞാൻ എന്ത് ചെയ്യാനാ ദൈവേ? എന്റെ മോക്ക് ഇങ്ങനത്തെ ഒരു ഗതി വന്നതല്ല. എനിക്കിനി മരിച്ചാ മതി. അതല്ലേ? ശരി, അതല്ലേ? ഞാൻ ടൗണിലേക്ക്. അത്ര റിസ്ക് എടുത്തിട്ടാണ് കാര്യം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അത് വല്ല ബുദ്ധിമുട്ടൊന്നും ആവാൻ പാടില്ല അതിനെക്കൊണ്ട്. അതിന്റെ ഗോൾഡ് ബാക്കി പൈസ എല്ലാം വായ്പയെല്ലാം വാങ്ങിയിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ നമുക്കതൊന്നും ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ വലിയ പ്രശ്നം വരും. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാവാണ്ട് നമുക്ക് കാര്യങ്ങൾ നടക്കണം കേട്ടാ. വലിയ എമൗണ്ട് അല്ലേ? ഞാൻ വണ്ടിയിലാണേ. അതുകൊണ്ട് ഞാൻ ഇറങ്ങിയിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് വിളിക്കാം. നമുക്ക് സംസാരിക്കാം കാര്യങ്ങൾ കേട്ടോ. ഓക്കെ, ഇവിടെ എന്നാ ശരി എന്നല്ലേ? ഓക്കെ, പിന്നെ വിളിക്കാം. എന്താ വിദേശ രാവിലെ ഒരു സീരിയസ് മാറ്റർ ഫോണിൽ കൂടി വല്ലതും ഉണ്ടോ? അതുപോലെ തരീരൊന്നും ഇല്ലല്ലോ. പാലട്ടാ, അത് ഒരു ഓൺലൈൻ പരിപാടിയാണ്. നമ്മള് ഇങ്ങനെ നടന്നിട്ട് കാര്യമില്ലല്ലോ. അന്നങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമെങ്കിലേ നമ്മള് റിസ്ക് ആണ്. പക്ഷെ എന്നാലും എന്താ ദിനേശ, നിന്റെ നടത്തിലും ഭാവത്തിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ടല്ലോ. എന്തേലും തടഞ്ഞോ? ഏതായാലും കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു കുടുക്കിലും പോയി പെടാതെ നല്ലതുപോലെ പോവുകയാണെങ്കിൽ ജീവിച്ചു പോവാം. പക്ഷെ കുഴപ്പമില്ല, നമുക്കിപ്പോ അതിന്റെ ഒരു വരുമാനം കിട്ടി തുടങ്ങി. നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം. അതുകൊണ്ടാണ് ഞാനിപ്പോ ഫുൾ ടൈം ഇതിനു വേണ്ടിട്ട് ഇങ്ങനെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. ദിനേശ, നോക്കി കണ്ടൊക്കെ ചെയ്യണം. കാരണം ഞാനും പണ്ട് കാലത്ത് ഒരുപാട് കേസിൽ വീണതാ. അപ്പം ഇപ്പോഴത്തെ കാലാണ്, പേപ്പറിലൊക്കെ വാർത്ത കാണുന്നില്ലേ? എല്ലാവരും ഗുണം ചെയ്യുകയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. അങ്ങനെ പറ്റിക്കപ്പെടുന്നതല്ല, നമ്മളെ വിശ്വസ്തരായ കുറെ ആളുകളുണ്ട് അതില്. അപ്പൊ അവരെ മുഖാന്തരമാണ് ഞാനിതില് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാലട്ടാ ഇവിടെ നിർത്തിയാ എനിക്ക് ചെറിയൊരു അത്യാവശ്യം. ഇവിടെ ചെറിയൊരു അത്യാവശ്യം. സന്തോഷട്ടാ,
ഇവൻ എന്തോ ഉടായ്പുണ്ട്. ഇവനെ പലവട്ടം ഞാൻ നിരവധി വെച്ച് കണ്ടിട്ടുണ്ട്. ഇവനെ ഫോൺ വിളിയും കളി അത്ര ഒരു ശരിയല്ല. ഇത് ഞാനും കുറെ ശ്രദ്ധിച്ചതാണേ, ശ്രദ്ധിക്കാഴിയല്ല. അവന്റെ ആ സൂട്ടും കൂട്ടും ഇട്ടോളും വരവ് പോക്കും കണ്ടാല് നമുക്ക് തന്നെ അറിയാം എന്തോ ഒരു ഉടായ്പ ഉണ്ടെന്നുള്ള സന്ദേശമാണ്. ശരിയാവില്ല. എവിടെയാ പോയി കുടുങ്ങുന്നതെന്ന് പറയാൻ പറ്റിയല്ല. അങ്ങനത്തെ കാലമാണ് ഇപ്പോഴത്തെ പിള്ളേരോട് കളിയേ. അതെ, ആ